പ്രതികൂലമായ കാലാവസ്ഥ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ മഴയും കാറ്റും ഷിരൂരിൽ ഇപ്പോൾ ഉണ്ട്. അത് രക്ഷാപ്രവർത്തനത്തെ പലതരത്തിലും ബാധിക്കുന്നുണ്ട്. ഏതായാലും സൈന്യം അല്പസമയത്തിനകം അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും. സരീഷിലേക്ക് തിരിച്ചെത്താം. രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഷിരൂരിൽ കാര്യങ്ങൾ കടക്കുന്നത്. ഇപ്പോൾ അർജുന്റെ വീടിന് സമീപം തണ്ണീർപന്തലിൽ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ്. അർജുനെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് സേവ് അർജുൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ചേരുന്നു. ബെൻസൺ, തീർച്ചയായും അവിടെ പ്രദേശവാസികളുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്. പ്രദേശവാസികൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടത്ത് അടക്കം എത്തി പ്രദേശവാസികളും ബന്ധുക്കളും അവരുടെ രോഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചിരുന്നു. 6ാം ദിനത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു. മണിക്കൂറുകളായി മനുഷ്യജീവനുകൾ മണ്ണിനടിയിൽ കിടക്കുന്ന സ്ഥിതി. ഏത് തരത്തിലുള്ള പ്രതിഷേധമാണിപ്പോൾ ആ നാട്ടിൽ കാണാൻ സാധിക്കുന്നത്? ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽക്കേ തന്നെ നാട്ടുകാർ പരസ്യ പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം തണ്ണീർപന്തലിലടക്കം വലിയ രീതിയിൽ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് ആളുകൾ കടന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതാ രാവിലെ തണ്ണീർപന്തൽ കക്കോടി റോഡിലാണ് ഇത്തരത്തിൽ സേവ് അർജുൻ എന്ന ഒരു ബാനറുമായി നാട്ടുകാരായിട്ടുള്ള ആളുകൾ എത്തിച്ചേരുകയും പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്ത്രീകളും മുതിർന്നവരും അടക്കം നിരവധി ആളുകൾ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കാളികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ 6 ദിവസം കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ. ആദ്യഘട്ടം മുതൽക്കേ തന്നെ വലിയൊരു അലംഭാവം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു പ്രതീക്ഷയുണ്ട്, നമുക്ക് അർജുൻ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. 6 ദിവസമായിട്ടും ജീവൻ ഉണ്ടെന്നും തിരിച്ചു വരുന്നുള്ള നല്ലൊരു വിശ്വാസത്തിലുമാണ്, പ്രാർത്ഥനയിലാണ് ഈ നാട് മൊത്തം, ഈ നാട്ടിലെ കേരളക്കാരെ കേരളത്തിൽ മൊത്തത്തിൽ അതിൽ ആ ഒരു പ്രതീക്ഷ. കുടുംബത്തിൻ്റെ നാഥനാണ് അർജുന്, ഒരു ചെറിയ കുഞ്ഞുമുണ്ട്. അപ്പോൾ അത്രയും ഈ ഒരു അനാസ്ഥ 6 ദിവസമായിട്ട് കാണിച്ചതിൽ വളരെ പ്രതിഷേധമുണ്ട്, സങ്കടവും വിഷമമൊക്കെ ഉണ്ട്. അർജുൻ്റെ ജീവനെ രക്ഷിക്കാനുള്ള എല്ലാ നടപടി ചെയ്തു തരണം തന്നെയാണ് ഞങ്ങളിപ്പോഴും. എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഉള്ളവരെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനത്തെ ഒരു ആപത്ത് വരുന്നവരെല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ കേരളത്തിലുള്ള എത്രയോ ആൾക്കാർ ഈ സന്നദ്ധ സംഘടനകൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ കർണാടകത്തിലെ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ആൾക്കാരെ കടത്തിവിടുന്നില്ല എന്നുള്ളത് ഒരു വേദനാർഹമായ ഒരു കാര്യമാണ് ഉള്ളത്. ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കേരളത്തിലെ ആളുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെയും എന്ത് തരത്തിലുള്ള പ്രയാസങ്ങളെയും അത് ഈസിയായി ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ മറികടക്കുന്ന ആളുകളാണ് കേരളവാസികൾ എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. ചേട്ടാ, ഇപ്പോൾ 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തെത്തേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും കാലം ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ 2 ദിവസമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുള്ളത്. ഇതുവരെ ഒന്നും സംഭവിക്കില്ല. നമ്മളെ ആളുകൾ അവിടെ മഴയും വെയിലും കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യുക. അവൻ്റെ സുഹൃത്തുക്കളൊക്കെ അവരൊക്കെ പറയുന്നത്, ഫോൺ കോളുകളിലൂടെ ഞങ്ങൾ അറിയുന്നത് അവിടെ യാതൊരു സംവിധാനമില്ല. അവരെ തന്നെ പേടിപ്പെടുത്തുന്ന തരത്തിലാണ് അവർ സംസാരിക്കുന്ന ഉദ്യോഗസ്ഥരും പോലീസും എന്നൊക്കെയാണ് അവരുടെയൊക്കെ അഭിപ്രായം. വളരെ ഞങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ ഈ അർജുൻ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി. അത്രയും വിഷമത്തിലാണ് അവൻ്റെ അവസ്ഥ. അവൻ്റെ വീട്ടുകാർ ഇത്രയും ദിവസമായിട്ട് സത്യത്തിൽ ഭക്ഷണം പോലും കഴിക്കാതെ അവർ തന്നെ മരണത്തിൻ്റെ വക്കിലാണ്. ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന്, ഇത്രയും നമുക്ക് സംവിധാനം ഇന്ത്യയിലുണ്ടായിട്ട് നമ്മൾ ചന്ദ്രനിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, പുതിയ സംവിധാനങ്ങൾ നമ്മൾ അത്രയും ശാസ്ത്രീയമായിട്ട് ഉയർച്ചയിലെത്തിയ ഈ 6 ദിവസമായിട്ട് ഇവരെ രക്ഷിക്കാൻ നമുക്ക് ലജ്ജ തോന്നുകയാണ് സത്യത്തിൽ നമ്മുടെ നാടിനോട് തന്നെ. എന്ന് വെച്ചാൽ അതിനും വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്താണ്. ഈ വെള്ളപ്പൊക്കം, സുനാമി പോലത്തെ ഇതിനൊക്കെ നമ്മൾ രക്ഷാപ്രവർത്തനം നാട്ടുകാരും എല്ലാം സഹായിച്ച് അവിടെ നാട്ടുകാർ ഇടപെടുന്നുണ്ടോ എന്നുള്ള അങ്ങനത്തെ ഒരു മണ്ണിൻ്റെ പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത്. കേരളം പോലെയല്ല കർണാടകയുടെ മണ്ണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ഈ ഭാരത് ബെൻസിലെ എഞ്ചിനീയർമാരൊക്കെ അഭിപ്രായ പ്രകാരം അവനൊന്നും സംഭവിച്ചില്ല എന്നാണ്. ഞങ്ങൾ 7 ടൺ വരെ അവിടെ താങ്ങും എന്നാണ് ബോഡി, പിന്നെ ഓക്സിജൻ ഉണ്ടാവുമെന്നൊക്കെയാണ് ഭാരത് ബെൻസ് അവകാശപ്പെടുന്നത്. അത് കാരണം അവൻ ഇപ്പോഴും ജീവനുണ്ട് തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ. അവനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കാണണമെന്നുള്ള ഒരു ഇതുകൂടി ഞങ്ങൾ ഈ പ്രതീക്ഷ സംഘടിപ്പിച്ചത്. നാട്ടുകാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ നാട്ടുകാർ ഇപ്പോഴും പുലർത്തുന്നുണ്ട്. ആദ്യഘട്ടം മുതൽക്കേ തന്നെ അർജുനെ തിരിച്ചു കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷ പ്രദേശവാസികൾക്കുണ്ട്, കുടുംബത്തിനുണ്ട്, നാട്ടുകാർക്കുണ്ട്, നമുക്ക് എല്ലാവർക്കുമുണ്ട്. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു ഏകോപനം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായില്ല എന്ന കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകളെ മാറ്റുന്നു. ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഇനിയുമുണ്ട് എന്ന് തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പ്രതികൂല കാലാവസ്ഥയും എല്ലാത്തിനെയും തരണം ചെയ്ത് ഇത്തരത്തിലൊരു
ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയാണ് ആദ്യഘട്ടം മുതൽക്കേ തന്നെ കൃത്യമായ സേനാ വിന്യാസം അവിടെ വേണമെന്ന് ഈ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുന്നത് ഇന്നലെ രാത്രിയോട് കൂടിയാണ്. ഇതുവരെയും സൈന്യം അവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും ആ ഒരു പ്രതീക്ഷ കൈവിടാതെ തന്നെ കാത്തുസൂക്ഷിക്കുകയാണ് നാട്ടുകാരും അതുപോലെ തന്നെ കുടുംബമടക്കമുള്ള ആളുകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല കുടുംബമുള്ളത്. മാതാപിതാക്കൾ, അച്ഛൻ, അമ്മ, സഹോദരി, അതുപോലെ തന്നെ ഭാര്യ അടങ്ങുന്ന കുടുംബം അവർ ആകെ മനസ്സു തകർന്ന ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ മനസ്സു തകർന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ആദ്യം ഈ അപകടമുണ്ടായ ആദ്യഘട്ടം മുതൽക്കേ തന്നെ കുടുംബം ഏറെ ബോൾഡായി തന്നെയായിരുന്നു ഈ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്തിരുന്നത്. കൃത്യമായ നിയമ സംവിധാനങ്ങളെ സമീപിക്കുന്നു, കൃത്യമായി പരാതികൾ നൽകുന്നു, അവിടെ എത്തി ആ പോലീസ് സ്റ്റേഷനിൽ അവിടെ എത്തി പരാതി നൽകുന്നു. അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ കുടുംബത്തിന്റെ അടക്കം വലിയ ആ ഒരു മനഃശക്തി നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ ഒരു തിരച്ചിൽ അതിൽ നടന്നിട്ടുള്ള ഒരു അലംഭാവം, ആ അലംഭാവം തന്നെയാണ് ഇപ്പോൾ കുടുംബവും നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ 6 ദിവസം കടന്നിരിക്കുന്നു, ഇന്ന് 6ാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ 6 ദിവസം കടന്നുപോയി എന്നത് മാത്രമാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയായി അല്ലെങ്കിൽ ഒരു വേദനയായി ഇപ്പോഴും തുടരുന്നതെങ്കിലും ഒരു ശുഭപ്രതീക്ഷ, വരും മണിക്കൂറുകളിൽ ഒരു ശുഭവാർത്ത, അർജുനെ കണ്ടുകിട്ടി അർജുനെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നൊരു ശുഭവാർത്ത ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. ഇന്നലെ രാത്രി മുതൽക്കേ തന്നെ പരസ്യമായ പ്രതിഷേധം ഈ കണ്ണാടിക്കൽ പ്രദേശത്തുണ്ടായിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ ഉണ്ടായി. ഇന്നിപ്പോഴും രാവിലെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോഴും ഇവിടെ ആളുകൾ ഈ ഒരു അങ്ങാടിയിൽ കൂടി നിന്ന് പ്രതിഷേധിക്കുകയാണ്. നമുക്കറിയാം, വരും മണിക്കൂറുകളിൽ തന്നെ കൃത്യമായിട്ടുള്ള സേനാവിന്യാസം ഉണ്ടാവുകയും സേനയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധന നടക്കുകയും അർജുനെ കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത്. ലക്ഷ്മി. ബെൻസൺ, കൊച്ചി പൻവേൽ ദേശീയപാത 66-ൽ മംഗളൂരു ഗോവ റൂട്ടിലാണ് ചൊവ്വാഴ്ച ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. 4 വരി പാതയിൽ ഒരു വരിയിലെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ ഘട്ടങ്ങളിൽ ഈ മണ്ണ് നീക്കത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥിതി, അതിനടിയിൽ മനുഷ്യജീവനുകൾ ഉണ്ട് എന്നുള്ള ഒരു കരുതൽ പോലുമില്ലാതെ, അങ്ങനെ ഒരു പരിഗണന പോലുമില്ലാതെ റോഡിലെ മണ്ണ് നീക്കം ചെയ്യുകയായിരുന്നു കർണാടകയിൽ കണ്ടത്. നമ്മൾ അതാണ് കണ്ടത്. അതിനെതിരെയാണ് വലിയ തോതിൽ ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നത്. കേരളത്തിൽ നിന്നുള്ള ഇടപെടലാണ്, കൃത്യമായ ഇടപെടലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഈ നിലയിലേക്ക് എത്തുവാൻ കാരണമായിരിക്കുന്നത്. 6ാം ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. തീർച്ചയായും സമയം വൈകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സമയം അതിക്രമിച്ചിരിക്കുക തന്നെയാണ്. ഒരു കൃത്യമായ ഇടപെടൽ നേരത്തെ കേരളത്തിൽ നിന്ന് ഉണ്ടായില്ല എന്ന പ്രതിഷേധം ഉയരുന്നുണ്ടോ ആ പ്രദേശത്ത് നിന്ന്? ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടം മുതൽക്കേ തന്നെ ഒരു അലംഭാവം, ആദ്യ 3 ദിവസങ്ങളിൽ കൃത്യമായ അലംഭാവം തുടർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ കുടുംബം ഉന്നയിക്കുന്നത്. ഇന്നലെ നമ്മൾ ഈ കുടുംബം, അർജുൻ്റെ കുടുംബം വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവരുടെ അമ്മ പറഞ്ഞ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം അവിടെ അർജുൻ അടക്കം നിരവധി ആളുകൾ ആ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, നിരവധി ആളുകൾ അവിടെ മരിച്ചിട്ടുണ്ട്. എന്നാൽ ആരൊക്കെയാണ് മരിച്ചത്, അവിടെ നിന്നും കണ്ടുകിട്ടിയ മൃതദേഹങ്ങൾ ആരുടേതാണ്, ഇപ്പോഴും എത്ര പേര് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതിനെ പറ്റിയൊന്നും കൃത്യമായിട്ടുള്ള ഒരു കണക്കുകൂട്ടലുകൾ പോലും അവിടുത്തെ സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ കയ്യിലില്ല. ആ ഒരു കാര്യത്തിൽ വന്നിട്ടുള്ള അലംഭാവം അടക്കം ഈ കുടുംബം ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ അർജുനെ കണ്ടെത്തുക എന്ന ആവശ്യവുമായി കേരള സർക്കാർ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ഇത്രത്തോളം ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായതിനു ശേഷം മാത്രമാണ്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു സമ്മർദ്ദം ഉണ്ടായതിനു ശേഷം മാത്രമാണ് അവിടെ ഈ തിരച്ചിലടക്കം ഇത്രത്തോളം ഒരു ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ തിരച്ചിൽ തന്നെ ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ മരിച്ചു വീണ അല്ലെങ്കിൽ അവിടെ ആ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവനുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ആദ്യഘട്ടം മുതൽക്കേ ഉണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായും ഒരു ഏകോപനത്തിലെ ഒരു കുറവ് അവിടെ എടുത്തു കാണേണ്ടതുണ്ട്. ആദ്യഘട്ടം മുതൽക്കേ ഈ കുടുംബം ആരോപിക്കുന്നതും അത് തന്നെയാണ്. കൃത്യമായിട്ടുള്ള ഒരു തിരച്ചിലോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു FIR ഇട്ട് ആ ഒരു കേസ്, ഒരു മാൻ മിസ്സിംഗ് കേസ് മാത്രമായിട്ടാണ് ആദ്യം ഇവർ പരാതി നൽകുമ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നടന്നിട്ടുള്ള ആ വലിയ അപകടത്തിന്റെ വ്യാപ്തി എന്താണ്, അവിടെ എത്രത്തോളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതിനെ പറ്റിയൊന്നും കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്താനോ കൃത്യമായ ഒരു കാൽക്കുലേഷൻ നടത്താനോ ആദ്യഘട്ടം മുതൽക്കേ തന്നെ അധികൃതർ തയ്യാറായിരുന്നില്ല. ആ ഒരു അലംഭാവമാണ് ആദ്യത്തെ 4 ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ 3 ദിവസം നമ്മൾ കണ്ടത്. അതിനുശേഷം മാത്രമാണ് ഈ കേരളത്തിന്റെ ഇത്രത്തോളമുള്ള ഇടപെടൽ ഉണ്ടായതിനു ശേഷം മാത്രമാണ് ആ ഒരു അന്വേഷണത്തിലേക്ക് അടക്കം കടന്നിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന മറ്റു കുടുംബങ്ങളെ പറ്റി അല്ലെങ്കിൽ മറ്റു ആളുകളെ പറ്റി എല്ലാമുള്ള വിവരം പുറത്തു വരുന്നത് അതിനുശേഷം മാത്രമാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അലംഭാവം, ആദ്യ
3 ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ലാഗ്, ഈ ഒരു തിരച്ചിലിനെടുത്തിട്ടുള്ള ആ ലാഗ്, അത് തന്നെയാണ് ഇപ്പോൾ ഒരു വലിയ പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളത്. കാരണം ആദ്യത്തെ 3 ദിവസം ഈ അപകടം നടന്ന ആദ്യ മണിക്കൂറുകൾ തൊട്ട് തന്നെ കൃത്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടന്നിരുന്നെങ്കിൽ ഈ സമയം അർജുൻ ഇപ്പോൾ ഈ വീട്ടിൽ, ഈ നാട്ടുകാരോടൊപ്പം, ഈ വീട്ടിൽ അവരുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയുകയാണ് നാട്ടുകാരും അതുപോലെ തന്നെ കുടുംബവും. അപ്പോൾ ആദ്യ 3 ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ പിഴവ്, അത് ഗുരുതരമായിട്ടുള്ള പിഴവാണ്. അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ ആ സംവിധാനങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ അതിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്, വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. നമുക്കറിയാം ആദ്യഘട്ടത്തിലെല്ലാം വളരെ ബോൾഡായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നതാണ് അർജുൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അമ്മ, അതുപോലെ തന്നെ സഹോദരി അടക്കമുള്ള ആളുകൾ. എന്നാൽ ഈ തിരച്ചിൽ 6ാം ദിവസത്തേക്ക് എത്തി നിൽക്കുമ്പോൾ അവർക്ക് ആ ഒരു ആശങ്ക ഉണ്ടാവുകയാണ്. 5 ദിവസങ്ങൾ കടന്നുപോയി 6ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. അവരുടെ ആവശ്യപ്രകാരം 6ാം ദിവസം മാത്രമാണ് ഇപ്പോൾ അവിടേക്ക് സേനാവിന്യാസം ഉണ്ടാകുന്നത്. കാലാവസ്ഥ പ്രതികൂലമാണ്. അപ്പോൾ ഈ 6 ദിവസം കടന്നുപോയതിലുള്ള ഒരു അമർഷം, അതിലുള്ള ഒരു സങ്കടം, അതുപോലെ തന്നെ അവർക്കൊരു ഭയം ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. നാട്ടുകാർക്കും ആ ഒരു ഭയമുണ്ട്, പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്കും ആ ഭയമുണ്ട്, അർജുനെ സ്നേഹിക്കുന്ന നാട്ടുകാർക്കുണ്ട്, നമ്മൾക്കുണ്ട്, അതുപോലെ തന്നെ ഈ കേരള ജനത്തിന് മൊത്തമുണ്ട്. അപ്പോൾ ആ ഒരു ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട്. അതിനായി എത്രയും പെട്ടെന്ന് അവിടെ കൃത്യമായിട്ടുള്ള ഏകോപനത്തിലൂടെ അവിടെ അർജുനെ കണ്ടെത്തുക എന്നത് മാത്രമാണ് അവർക്ക് മുൻപിലുള്ള ഒരേ ഒരു വഴി.